കമ്മ്യൂണിസ്റ്റ് സംഘത്തിന് ക്രൈസ്തവ സമൂഹത്തോടുള്ള അസ്വസ്ഥതയും വിരോധവും പലവട്ടം കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകൾ നിർലജ്ജം പൊക്കിപ്പിടിച്ചിരിക്കുന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദ ദൈവനിഷേധത്തിൻ്റെ പുറംപൂച്ച് ക്രൈസ്തവർക്ക് നേരെ മാത്രമേയുള്ളൂ എന്നും അതിപ്പോഴും അണയാതെ തുടരുകയാണെന്നുമുള്ള വസ്തുതകളെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അന്തരിച്ച CPM നേതാവ് MM ലോറൻസിൻ്റെ മൃതദേഹം പള്ളി സെമിത്തേരിയിൽ ക്രൈസ്തവ അനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായി സംസ്കരിക്കാൻ അനുവദിക്കാതെ ഇല്ലാത്ത സമ്മതപത്രത്തിൻ്റെ പേര് പറഞ്ഞ് മൃതദേഹമെടുത്ത് മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കാനുള്ള CPMൻ്റെ വഞ്ചനാപരമായ നീക്കത്തെ കേരള ഹൈക്കോടതി ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. സജീവ രാഷ്ട്രീയക്കാരനായിരുന്ന കാലത്ത് തൻ്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് കൊടുക്കണമെന്ന് ലോറൻസ് പറഞ്ഞിട്ടുണ്ട് എന്ന് പാർട്ടി പ്രവർത്തകനായ മകനും അവകാശപ്പെടുന്നു. പക്ഷേ അക്കാര്യം സമ്മതപത്രത്തിൽ കുറിക്കുകയോ ഓർമ്മച്ചെപ്പ് തുറന്നപ്പോൾ എന്ന തൻ്റെ ആത്മകഥയിൽ പോലും ലോറൻസ് പരാമർശിക്കുകയോ ചെയ്തിരുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ പാർട്ടി അവഗണിച്ചപ്പോൾ ജീവിതത്തിൻ്റെ അവസാന കാലം ഭവനത്തിൽ മക്കളുടെ വിശ്വാസ വലയത്തിൽ കഴിഞ്ഞ ലോറൻസിൻ്റെ മൃതദേഹമെടുത്ത് മെഡിക്കൽ കോളേജിന് കൈമാറാനാണ് CPMുകാർ മുഷ്ടി ചുരുട്ടി ലാൽ സലാം പറഞ്ഞുകൊണ്ട് ആ വീട്ടിലെത്തിയത്. എന്നാൽ അപ്പൻ്റെ സമ്മതപത്രമോ കുടുംബത്തിൻ്റെ ഔദ്യോഗിക അനുമതിയോ ഇല്ലാതെ മൃതദേഹം സ്വീകരിച്ചാൽ കടുത്ത നിയമ നടപടികളുണ്ടാകുമെന്ന് കാട്ടി മകൾ ആശ ലോറൻസ് DGPക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുക്കുകയായിരുന്നു. ഒടുവിൽ കേരള ഹൈക്കോടതി ഇടപെട്ട് ക്രൈസ്തവ ആചാരപ്രകാരമുള്ള ശുശ്രൂഷകൾ നടത്താതെ മൃതദേഹം പഠനാവശ്യങ്ങൾക്ക് കൈമാറാനുള്ള നടപടികൾ തടയിട്ടിരിക്കുകയാണ്. മൃതദേഹം പൊതുദർശനത്തിനായി വെച്ച ടൗൺ ഹാളിൽ നാടകീയമായ രംഗങ്ങളാണ് ഇന്നുണ്ടായത്. മറ്റ് മതസ്ഥരുടെ ആചാരാനുഷ്ഠാനങ്ങളെ അംഗീകരിക്കുന്ന CPMനെ വല്ലാതെ ചൊരുക്കുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ ആചാരങ്ങളാണെന്ന് മുൻ തിരുവമ്പാടി MLA ആയിരുന്ന മത്തായി ചാക്കോയുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് പിണറായിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ അസ്വാരസ്യങ്ങളോടെ വ്യക്തമായതാണ്. അന്ന് താമരശ്ശേരി ബിഷപ്പായിരുന്ന ആദരണീയനായ പോൾ ചിറ്റിരപ്പള്ളി പിതാവിനെ തെമ്മാടികൾ പോലും പറയാൻ അറയ്ക്കുന്ന തരത്തിൽ നികൃഷ്ടജീവി എന്ന് വിളിച്ചാണ് പിണറായി ക്രൈസ്തവരോടുള്ള തൻ്റെ രോഷം ശമിപ്പിച്ചതെന്ന് ക്രൈസ്തവർ മറന്നിട്ടില്ല. സംശുദ്ധ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ആൾരൂപമായിരുന്നു MM ലോറൻസ്. CPMൻ്റെ മുതിർന്ന നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ഇടുക്കി MPയുമൊക്കെയായിരുന്ന അദ്ദേഹം VSനൊപ്പം പാർട്ടിയുടെ മുഖ്യസ്ഥാനങ്ങളിൽ അർഹതയുള്ളയാളായിരുന്നു. എന്നാൽ പാർട്ടിയെ കൈപ്പിടിയിലൊതുക്കാനുള്ള ചിലരുടെ മുന്നേറ്റത്തിൽ ആദർശശുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ എല്ലാം വെട്ടിയൊതുക്കിയ കൂട്ടത്തിൽ സേവ് CPM ഫോറവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഭാഗീയത ഉണ്ടാക്കിയെന്നാക്കെ പറഞ്ഞ് അച്ചടക്ക നടപടിയുടെ വാളുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ലോറൻസിനെ ഏരിയ കമ്മിറ്റിയിലേക്ക് വെട്ടിത്തരം താഴ്ത്തുകയായിരുന്നു. അതിനുശേഷം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി വിശ്രമ ജീവിതം നയിച്ച ലോറൻസ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് അകന്നുമാറി തൻ്റെ മക്കൾക്കൊപ്പം അവരുടെ ക്രൈസ്തവ ആധ്യാത്മികതയിൽ പങ്കാളിയായി ജീവിച്ചിരുന്നു എന്നാണ് ലോറൻസിൻ്റെ മകൾ ആശ പറഞ്ഞിട്ടുള്ളത്. ലോറൻസ് എന്ന ക്രൈസ്തവൻ്റെ അവകാശമാണ് പള്ളി സെമിത്തേരിയിൽ തൻ്റെ ശവമടക്കണമെന്നത്. അതാണ് മുൻപെന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് CPMുകാർ ഇപ്പോൾ നിഷേധിക്കുന്നത്. പറഞ്ഞു എന്ന് പറയാതെ രേഖ കാണിക്കാൻ പറഞ്ഞാൽ കാണിക്കാനൊന്നുമില്ലതാനും. എന്തായാലും ക്രൈസ്തവ വിശ്വാസത്തിന് നേരെയുള്ള CPMൻ്റെ കടന്നുകയറ്റങ്ങളും അവഹേളനങ്ങൾക്കും ഒടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഈ സംഭവം.